ഹായ് നമസ്കാരം, എല്ലാവർക്കും AZB അക്കാഡമിയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഡിഗ്രി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ഉദ്യോഗാർത്ഥിയാണ് നിങ്ങളെങ്കിൽ, ഒരു കേന്ദ്ര സർക്കാർ ജോലി ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അടുത്തതായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന, ഉടൻ നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്യാൻ പോകുന്ന LIC AAOന്റെ നോട്ടിഫിക്കേഷനെ കുറിച്ചിട്ടാണ്, റിലീസ് ആയിട്ടില്ല, അതിനെ കുറിച്ചിട്ടാണ് കൂടുതലായിട്ട് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ LIC AAO റിക്രൂട്ട്മെന്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ LICയുടെ അണ്ടറിൽ ഈ ഒരു ഓർഗനൈസേഷനിലേക്കാണ് നമുക്ക് വരുന്നത്. ഇതിൽ തന്നെ നമുക്ക് ഒരുപാട് പോസ്റ്റുകൾ വരുന്നുണ്ട്. ജനറലിസ്റ്റ്, സ്പെഷ്യലിസ്റ്റ്, അതുപോലെ തന്നെ CA തുടങ്ങിയ ഡിഫറെന്റ് ആയിട്ടുള്ള കാറ്റഗറീസ് വരുന്നുണ്ട്. എന്നാൽ കോമൺ ആയിട്ട് ഡിഗ്രി ഉള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ അഥവാ AAO എന്നറിയപ്പെടുന്ന ഈ ഒരു പോസ്റ്റിനെ കുറിച്ച് നമുക്ക് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. ഇതിൽ തന്നെ നമുക്ക് രണ്ട് കാറ്റഗറി വരുന്നുണ്ട്, ജനറലിസ്റ്റും അതുപോലെ തന്നെ സ്പെഷ്യലിസ്റ്റും വരുന്നുണ്ട്. ജനറലിസ്റ്റിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. ഏറ്റവും കൂടുതൽ നോട്ടിഫിക്കേഷൻസിൽ ഏറ്റവും കൂടുതൽ വേക്കൻസി വരുന്നതും ജനറലിസ്റ്റിലാണ്. ഓക്കെ, അപ്പൊ നിലവില് നമുക്ക് ഇതൊരു നാഷണൽ ലെവൽ എക്സാം ആണ്, ഓൺലൈൻ ആണ് എക്സാം വരുന്നത്. രജിസ്ട്രേഷൻ ഡേറ്റും അതുപോലെ തന്നെ വേക്കൻസീസും നമുക്ക് ഒഫീഷ്യലി അനൗൺസ് ചെയ്തിട്ടില്ല, ബട്ട് വി ആർ സ്റ്റിൽ വെയിറ്റിംഗ് ഫോർ ദാറ്റ്. ആൻഡ് നമുക്ക് ഇതിന് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ ഗ്രാജുവേഷൻ ആണ്. നിങ്ങൾ BSc, BA, BCom എനി ഡിഗ്രി ഉള്ളവർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി ഇതിന് ഏജ് ലിമിറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഉണ്ട്. നിങ്ങൾക്ക് 21 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. 30 വയസ്സ് എന്ന് പറയുന്നത് ലാസ്റ്റ് ഏജ് അല്ല. ഇതിനൊക്കെ OBC ഡീറ്റെയിൽ ആയിട്ടുള്ള ഏജ് റിലാക്സേഷൻ വരുന്ന ഈ ഒരു വീഡിയോയിൽ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിന്റെ സെലക്ഷൻ പ്രോസസ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് ഒരു പ്രിലിമിനറി ഫേസ് ഉണ്ടാകും, ദെൻ വി ഹാവ് എ മെയിൻസ് എക്സാമിനേഷൻ, ദെൻ അതിന് ഫോളോ ചെയ്ത് എന്തുണ്ടാകും, ഒരു ഇന്റർവ്യൂ സെഷൻ ഉണ്ടാകും. അപ്പൊ ഇങ്ങനെയായിരിക്കും നമുക്ക് എന്ത് പോകുന്നത്, സെലക്ഷൻ പ്രൊസീജിയേഴ്സ് പോകുന്നത്. നമുക്ക് TA, DA ഇതെല്ലാം കഴിഞ്ഞ് ഏകദേശം നല്ലൊരു ഹാൻഡ്, അതായത് ഇൻ ഹാൻഡ് ഏകദേശം ഒരു 1,26,000 ഒക്കെ വരെ നമുക്ക് ഇൻ ഹാൻഡ് സാലറി കിട്ടാവുന്ന ഏറ്റവും മികച്ച പോസ്റ്റുകളിൽ ഒരു പോസ്റ്റാണ് LIC AAO എന്ന് പറയുന്ന ഈ ഒരു പോസ്റ്റ്. ഇനി ഈ ഒരു പരീക്ഷയ്ക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ LIC നമുക്ക് ജനറലിസ്റ്റ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലേക്കായിരിക്കും നമ്മൾ ജനറൽ ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പൊ ഈ ഒരു പരീക്ഷയ്ക്ക് എന്ത് ചെയ്യുക, ഡിഗ്രി ഉള്ളവർക്ക് ജനറലിസ്റ്റ് കാറ്റഗറിയിൽ AAO എന്തായാലും അപ്ലൈ ചെയ്യാൻ പറ്റുന്നവരെ മാക്സിമം അപ്ലൈ ചെയ്യണം. ഇനി ഇതിന് നമുക്ക് കൂടുതലായിട്ടും ഓരോരോ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് CS അതുപോലെ ഇൻഷുറൻസ് സ്പെഷ്യലിസ്റ്റ് ഡിഫറെന്റ് ആയിട്ട് കാറ്റഗറി വരുന്നുണ്ട്. ഇതില് AAO ജനറലിസ്റ്റിന്റെ ഏജ് കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 21 to 30 ആണെങ്കിൽ പോലും SC STക്ക് 30, അതായത് 31 വയസ്സ് നമ്മളിവിടെ പറയുന്നുണ്ട്. സർ 30 ഇയേഴ്സ് പറയുന്നുണ്ട്. സോ 35 വയസ്സ് വരെ, OBC 33 വരെ, PWB ജനറൽ കാറ്റഗറി ഏകദേശം 40 വരുന്നുണ്ട്, SC 15, ദെൻ OBC 13 ഇയേഴ്സ്, ദെൻ അതുപോലെ ECO 5 ഇയേഴ്സ്. അതിന്റെ ഓരോന്നിന്റെയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഇഫ് യു ആർ എ എംപ്ലോയി ഓഫ് LIC, ദെൻ യു ഹാവ് ദ ഫർദർ റിലാക്സേഷൻ ഓഫ് 5 ഇയർ കൂടി അവർ മെൻഷൻ പ്രത്യേകം ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം ഇത് എങ്ങനെയാണ് ഈ പരീക്ഷയുടെ സെലക്ഷൻ പ്രൊസീജിയേഴ്സ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ വി ഹാവ് എ പ്രിലിമിനറി എക്സാമിനേഷൻ. ഫസ്റ്റ് ഫേസിൽ നമുക്കൊരു പ്രിലിമിനറി എക്സാമിനേഷൻ ഉണ്ടാകും. സെക്കൻഡ് വി ഹാവ് എ മെയിൻസ് എക്സാമിനേഷൻ phase 2, ആൻഡ് ദ ലാസ്റ്റ് വൺ ആണ് നമുക്ക് ഇന്റർവ്യൂ സ്റ്റേജിലേക്ക് പോകുന്നത്. ഇങ്ങനെ 3 സ്റ്റേജ് ആയിട്ടായിരിക്കും നമുക്ക് എക്സാം നടക്കുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ സിലബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മെയിൻ ആയിട്ടും ഇവിടെ മാത്സിൽ തന്നെ നമുക്ക് എങ്ങനെയാണ് റീസണിങ്ങും അതുപോലെ തന്നെ ന്യൂമറിക്കൽ എബിലിറ്റി, ദെൻ നമുക്ക് അതിന്റെ കൂടെ അഡീഷണൽ ആയിട്ട് ഇംഗ്ലീഷ്, ഇങ്ങനെ 3 സബ്ജക്റ്റ് ആയിട്ടായിരിക്കും നമുക്ക് പ്രിലിമിനറി ടെസ്റ്റ്, അതായത് ഫസ്റ്റ് ഫേസ് വരുന്നത്. ഇതിന് നമുക്ക് സെക്ഷണൽ ടൈമിംഗ് ആയിരിക്കും വരുന്നത്. അതായത് നമുക്ക് 35 മാർക്ക് എന്തിനു വരുന്നുണ്ട്, യെസ്, ഫസ്റ്റ് നമ്മുടെ റീസൺ എബിലിറ്റിക്ക് വരുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് ന്യൂമറിക്കൽ എബിലിറ്റിക്കും നമുക്ക് 35 മാർക്കാണ് വരുന്നത്. ഇംഗ്ലീഷിന് 30 മാർക്ക്. ഒരു ക്വസ്റ്റ്യന് 1 മാർക്ക് വെച്ചിട്ടായിരിക്കും ഒബ്ജക്റ്റീവ് ആയിരിക്കും വരുന്നത്. നമുക്ക് സെക്ഷണൽ ടൈമിംഗ് ഉണ്ടാകും. അതായത് റീസണിങ് ചെയ്യാനായിട്ട് നമുക്ക് മിനിമം 20 മിനിറ്റ്സ്, അത് കഴിഞ്ഞ് അത് കട്ടാവും, നമ്മൾ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോകും. അവിടെ നമുക്ക് ന്യൂമറിക്കൽ എബിലിറ്റി ആണെങ്കിൽ സെയിം 35 ക്വസ്റ്റ്യൻസിന് 20 മിനിറ്റ്സ് അത് കട്ടാവുന്നു. ദെൻ നെക്സ്റ്റ് ഇംഗ്ലീഷ് വരുന്നു, 30 ക്വസ്റ്റ്യൻസിന് 20 മിനിറ്റ്സ്. അങ്ങനെ നമുക്ക് ഓരോ സെക്ഷൻ ആയിട്ടായിരിക്കും നമുക്ക് എന്തോന്ന് എക്സാം പോകുന്നത്. അപ്പൊ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ജസ്റ്റ് ഒരു ക്വാളിഫയിങ് മാർക്ക് കിട്ടുക, കട്ട് ഓഫ് സെപ്പറേറ്റ് ആയിരിക്കും, പക്ഷെ നമുക്ക് മിനിമം പാസ് ആവാനായിട്ട് ഇത്ര മാർക്ക് വെച്ചിട്ട് പറയുന്നുണ്ട്. അപ്പൊ സെക്ഷണൽ ടൈമിംഗ് ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്നത്, ഈ ഒരു എക്സാമിന് ഈ സബ്ജക്ട് വൈസ് ആയിട്ട് വരുന്നത്. ഇനി ഈ ഒരു
പരീക്ഷയ്ക്ക് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഇതിൽ തന്നെ നമുക്ക് കൂടുതലായിട്ട് മാത്സും റീസണിങ്ങും ഒക്കെ ഫോക്കസ് ചെയ്യുന്നവരാണെങ്കിൽ, SSC ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഈ ഒരു എക്സാം ഈ ഇയർ തന്നെ ക്ലിയർ ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു പരീക്ഷയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോട്ടിഫിക്കേഷൻ വന്ന് ഏകദേശം ഒരു സെപ്റ്റംബർ ഒക്ടോബർ മന്തിനുള്ളിൽ, അതായത് ജൂലൈ ഓഗസ്റ്റിൽ നോട്ടിഫിക്കേഷൻ വന്ന് സെപ്റ്റംബർ ഒക്ടോബറിൽ എക്സാം നടക്കുന്നതാണ്. സോ നമുക്ക് അതുവരെ വെയിറ്റ് ചെയ്യാനുള്ള ഒരു ടൈം ഇല്ല. നിങ്ങൾ ഈ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഇപ്പം തന്നെ നിങ്ങൾ ഈ ഒരു കോഴ്സിൽ, അതായത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഉടൻ തന്നെ നമ്മൾ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളൊരു കോഴ്സ് ലോഞ്ച് ചെയ്യുന്നുണ്ട്. സെയിം ആ സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ, ചാപ്റ്റർ വൈസ് എക്സാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സെക്ഷണൽ ടൈമിംഗ് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ, ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പരീക്ഷയെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ താഴെ ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്, അതിൽ കമന്റ് ഫില്ല് ചെയ്യുക. അതുപോലെ തന്നെ ഈ നമ്പറിൽ ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ലഭിക്കുന്നതാണ്. ആൻഡ് നമ്മൾ LIC AOന്റെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്, ഏറ്റവും പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ കൂടുതൽ അറിയാനായിട്ട് ഈ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് വിളിച്ചാൽ മതി. നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം. ചിൽഡ്രൻ ബൈ. താങ്ക് യു.